പ്രമേഹം അഥവാ ഡയബറ്റീസ് പല്ലുകളെയോ മോണയോ ബാധിക്കുകയോ? ഇതാണ് യൂഷ്വലി പല പേഷ്യൻസും ചോദിക്കുന്ന കാര്യം. ഓബ്വിയസ്ലി യെസ്. പൊതുജനങ്ങൾക്ക് ഷുഗർ ബാധിച്ചാൽ കണ്ടുവരാവുന്ന ചില ചേഞ്ചസ്, അത് റെറ്റിനോപ്പതി കണ്ണിനെയോ, ന്യൂറോപ്പതി കാലിന്റെ കൈയിന്റെ അറ്റങ്ങളെയോ, നെഫ്രോപ്പതി കിഡ്നിയോ ബാധിക്കുന്നതിനെ പറ്റി നല്ല ബോധവൽക്കരണമുണ്ട്. അതേ തോതിൽ ഇല്ലെങ്കിൽ അതിന്റെ അറ്റ്ലീസ്റ്റ് അതിന്റെ പകുതി തോതിലെങ്കിലും മോണകളെ ബാധിക്കും. ബേസിക്കലി ഒരു കൊലാജൻ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. പലപ്പോഴും ഡെന്റൽ ക്ലിനിക്കിൽ വെച്ചാണ് പേഷ്യന്റിന് ഷുഗർ ഉണ്ടോ എന്ന് സംശയം തോന്നുകയും അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഡയഗ്നോസ്റ്റിക് പോയിന്റ് ആയിട്ട് മാറുന്നത് ക്ലിനിക്സ് ആവാറുണ്ട്. ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് ആണെങ്കിൽ, പർട്ടിക്കുലർലി അൺകൺട്രോൾഡ് ബ്രിട്ടിൽ ഡയബറ്റീസ് ആണെങ്കിൽ മോണ രോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് മോണെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ അത് കാരണം കൊണ്ട് ഈ ഡിസീസ് കൺട്രോളിലേക്ക് കുറയും കൂടെ വരും. കാരണം മോണരോഗം ഉണ്ടെങ്കിൽ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആണ്, ഷുഗർ കുറയില്ല. ഷുഗർ കുറഞ്ഞില്ലെങ്കിൽ മോണരോഗം കുറയില്ല. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്താൽ രണ്ടിനും ഒരു പരിധി വരെ ബെറ്ററാണ്. ആ ഇതിനെ വെച്ചിട്ട് വേണം എപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യന്റ് പീരിയോഡിക്കലി ഡെന്റൽ എവാലുവേഷൻ നടത്തി അതുകൊണ്ടുള്ള മെയിന്റനൻസും അതിന്റെ മെഡിക്കമെന്റും ഇത് ചെയ്ത് മോണെ സംരക്ഷിച്ചു കൊണ്ടുപോകണം. അതാണ് ബേസിക്കലി ഉള്ള ഒരു